ബീഹാറിലെ നളന്ദ ജില്ലയിലെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഗ്രാമപാതയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. പിന്നിലിരിക്കുന്നത് ബിജു തോമസ്. ഇവിടുത്തെ ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ്. മുന്നിൽ ഇൻസാഫ്. ബിജു തോമസിന്റെ സ്റ്റാഫാണ് ഇൻസാഫ്. അങ്ങനെ പോകുമ്പോൾ ഒരു പാടത്ത് ട്രാക്ടർ എന്തോ കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ അവിടെ ഇറങ്ങി. ട്രാക്ടറിനേക്കാൾ ഏറെ വലിപ്പത്തിൽ വൈക്കോലോ മറ്റോ കെട്ടിവെച്ചിരിക്കുന്നു. പ്രയാസപ്പെട്ടെന്നോണം ട്രാക്ടർ പോകുന്നു. ഇവിടെ കാർഷിക ജീവിതം വളരെ സജീവമാണ്. നമ്മുടെ നാട്ടിലെ പോലെ കാർഷിക രംഗത്ത് തളർച്ചയൊന്നും ബാധിച്ചിട്ടില്ല. കൃഷി കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്നത്. ഞാൻ ഇറങ്ങിയ ഈ ഭാഗത്ത് മുഴുവൻ ഗോതമ്പ് വിളഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ ഗോതമ്പ് മാത്രമല്ല, വേറെയും കൃഷികളുണ്ട്. ഒരു ഭാഗത്ത് കൊയ്ത്തു നടക്കുന്നു. കുറേയേറെ ആളുകൾ പാടത്തുണ്ട്. ഉഴുന്നോ മുതിരയോ മറ്റോ ആണ് വിളവെടുക്കുന്നത്. പാടം നിറയെ മനുഷ്യരാണ്. കേരളത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. പാടം നിറയെ കർഷകർ നിരന്നു നിന്ന് പണിയെടുക്കുന്ന കാഴ്ച. ഇവിടെയിട്ടല്ല മെതിക്കുന്നത്. കൊയ്തെടുത്തത് പാടത്തിട്ടൊന്നുണക്കും. എന്നിട്ട് ഇതുരുട്ടി കെട്ടുകളാക്കി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയിട്ടാണ് മെതിച്ച് ധാന്യം പുറത്തെടുക്കുന്നത്. ഇവിടെ ഇത്രയും ആളുകൾ ഒരുമിച്ച് പണിയെടുക്കുന്നതിന് കാരണമുണ്ട്. കർഷകരുടെ പരസ്പര സഹകരണമാണ്. അപ്പുറത്തെയും ഇപ്പുറത്തെയും കർഷകർ ഒന്നിച്ചാണ് കൊയ്ത്തിനും മെതിക്കുമൊക്കെ ഇറങ്ങുന്നത്. ഈ പാടത്തിന്റെ ഉടമസ്ഥർക്കൊപ്പം സമീപത്തെ മറ്റു പാടങ്ങളുടെ ഉടമസ്ഥരും സഹകരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ. കർഷകർ തന്നെ പരസ്പരം സഹകരിക്കുകയാണ്. ഈ ട്രാക്ടർ ഓടിക്കുന്നതും ഒരു കർഷകനായിരിക്കാം. അതിന്റെ പിറകിൽ കയറിയിരിക്കുന്നത് മറ്റൊരു കർഷകനും. ഒരാളുടെ കൃഷിക്ക് മറ്റുള്ളവർ കൂടി സഹായിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. മിക്കവാറും എല്ലാ വീട്ടിലും ഒരു ട്രാക്ടർ സ്വന്തമായി ഉണ്ടാകും. ട്രാക്ടർ ഇവരുടെ ഗതാഗത ഉപാധി കൂടിയാണ്. കൃഷിയിടത്തിൽ പോകുന്നതും ചന്തയ്ക്ക് പോകുന്നതും ആശുപത്രിയിൽ പോകുന്നത് പോലും ട്രാക്ടറിലാണ്. വയലിൽ മറ്റൊരു ഭാഗത്ത് മുൻപേ കണ്ടതുപോലെ ആടിന്റെ രോമം വെട്ടുന്നു. കുറേ ആളുകളും ചെമ്മരിയാടുകളും അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലെ ജീവിതം. ഗ്രാമീണരുടെ വീടുകളിലേക്ക് പിന്നീട് ഞാൻ പോകുന്നുണ്ട്. കല്യാൺ ബിഗ എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഗ്രാമമാണ് അത്. ആ ഗ്രാമം ഒന്ന് കാണണം. ഇന്ന് രാവിലെ അവിടെ നിന്ന് തുടങ്ങാം പരിപാടികൾ എന്ന് ചിന്തിച്ചാണ് പോകുന്നത്. ഈ റോഡൊക്കെ അടുത്ത കാലത്ത് നവീകരിച്ചതാണ്. മുൻപ് ഇതൊരു വരമ്പായിരുന്നു. അതിനെക്കുറിച്ചാണ് ബിജു തോമസ് സംസാരിക്കുന്നത്. ഇവിടെ സെന്റ് പോൾസ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ സ്വന്തമായി സ്കൂൾ നടത്തുന്നയാളാണ് ബിജു തോമസ്. 1996 മുതൽ പ്രവർത്തിക്കുന്ന സ്കൂളാണത്. അതിന്റെ സ്ഥാപകനും പ്രിൻസിപ്പാളും ബിജു തോമസ് ആണ്. കാർ ഒരു ഗ്രാമത്തിനടുത്തേക്കെത്തുന്നു. വലിയൊരു ആൽമരമാണ് റോഡിന്റെ നടുക്ക് സന്ദർശകരെ സ്വീകരിക്കാനെന്നോണം നിൽക്കുന്നത്. അതിനപ്പുറം ഒരു ക്ഷേത്രമുണ്ട്. ഒരു ഗ്രാമത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളുണ്ടാകും. അത് പല ജാതിക്കാരുടേതാണെന്നതാണ് പ്രത്യേകത. അതുപോലെ ഓരോ കുളവുമുണ്ടാകും. ഇതാണ് ക്ഷേത്രം. ഞങ്ങൾ നിതീഷ് കുമാറിന്റെ ഗ്രാമത്തിലേക്ക് അടുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ നിതീഷ് കുമാറിന്റെ ഭരണം ബീഹാറിന് വലിയ നേട്ടമുണ്ടാക്കി എന്നാണ് ബിജു തോമസിനെ പോലുള്ള മലയാളികൾ പറയുന്നത്. അതിനു മുൻപ് ലല്ലു പ്രസാദ് യാദവിന്റെയൊക്കെ കാലം വലിയ ഗുണ്ടായിസത്തിന്റെ കാലം കൂടിയായിരുന്നു. ജംഗിൾ രാജ് എന്ന് രാഷ്ട്രീയ വിമർശകർ വിളിച്ചിരുന്ന കാലം. ലല്ലുവിന്റെ പാർട്ടിക്കാരാണ് അന്ന് കാര്യങ്ങളെല്ലാം നടപ്പാക്കിയിരുന്നത്. എങ്ങും അഴിമതിയായിരുന്നു. ആ അഴിമതിയാണല്ലോ ലാലു പ്രസാദ് യാദവിനെ ജയിലിലെത്തിച്ചത്. ജനം ജംഗിൾ രാജ് മടുത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിതീഷിന്റെ പാർട്ടി അധികാരത്തിൽ വരുന്നത്. പല രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയാണ് നിതീഷ് അധികാരത്തിൽ തുടരുന്നത് എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ ആളുകൾക്ക് നിതീഷിന്റെ ഭരണവും മടുത്തു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും ബീഹാറിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഉൾനാടുകളിലെയെല്ലാം റോഡുകളുടെയൊക്കെ വികസനത്തിൽ നിതീഷ് ഭരണം വലിയ പുരോഗതി ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ ഗ്രാമത്തിലെ വീടുകളുടെയും മറ്റു കെട്ടിടങ്ങളുടെയും എല്ലാം അവസ്ഥ ഇതാണ്. ഇവിടെയുള്ളവരെല്ലാം ദരിദ്രരാണെന്നല്ല അതിനർത്ഥം. ഇവിടെ കെട്ടിടങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാത്തത് ഇവർക്ക് അങ്ങനെയൊരു ശീലമില്ലാത്തതുകൊണ്ടാണ്. കാശുള്ളവരാണ് പലരും. വലിയ സമ്പന്നരുടെ വീടുകൾ പോലും ആ പ്രൗഢി പുറമേ കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കാശില്ലാത്തവനും വീട് പണിയിലൂടെയാണല്ലോ പ്രൗഢി കാണിക്കുന്നത്.
ഇവിടെ അങ്ങനെ ഒരു ശീലമില്ല. അതുകൊണ്ട് ഇതെല്ലാം ദരിദ്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ലെന്നാണ് മലയാളി സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്. ഉത്ക്രമിത് മധ്യവിദ്യാലയ കല്യാൺ ബിഗ എന്നാണ് ബോർഡ്. മധ്യവിദ്യാലയ എന്നാൽ മിഡിൽ സ്കൂൾ. നല്ല സ്കൂളാണ്. കേരളത്തിലുള്ള ഗവൺമെന്റ് സ്കൂളുകളേക്കാൾ നല്ല നിലവാരമുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലുമൊന്നും നല്ല സ്കൂളുകളേ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ നല്ല സ്കൂളുകളുണ്ട് ഇവിടെ. ഒരു ജമീന്ദാർ വീടാണ് ഇടതുവശത്ത് കാണുന്നത്. AC ഒക്കെ ഉള്ള വീടാണ്. പക്ഷേ അതിനൊന്നും വലിയ ഗ്ലാമറില്ല. ഗ്രാമത്തിലെ ഒരു അമ്പലമാണിത്. അവിടെ ഒരു ആൽത്തറ. രാവിലെ വെടിവെട്ടവുമായി ഇരിക്കുന്നവർ. ഇലക്ട്രിക് ഓട്ടോയാണ് ഇവിടെയെല്ലാം കാണുന്നത്. ഗ്രാമത്തിന്റെ പ്രധാന ജംഗ്ഷനിൽ ഞാനൊന്നിറങ്ങി. കുറച്ചാളുകൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സൈക്കിളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ. ഞാൻ ഈ ചെല്ലുന്നത് ഏപ്രിൽ ആദ്യവാരമാണ്. ഏപ്രിൽ 15 മുതലാണ് ഇവിടെ സമ്മർ വെക്കേഷൻ. പല ഗ്രാമീണരും എന്നെ കണ്ട് തൊഴുത് എഴുന്നേറ്റു നിന്നു. കയ്യിൽ ക്യാമറ കണ്ടതിന്റെ ബഹുമാനമാണ്. ഒരു ഗ്രാമീണൻ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു. ഇപ്പോഴെത്തുന്നത് നിതീഷ് കുമാറിന്റെ തറവാട്ടു വീടിനടുത്തേക്കാണ്. ആ വീട്ടിലാണ് ഇന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രിയാവാൻ വരെ ലക്ഷ്യമിട്ട ഇന്ത്യ മുന്നണിയുടെ നേതാവായിരുന്ന നിതീഷ് കുമാർ വളർന്നത്. ഈ കാണുന്ന ചുടുകട്ട കൊണ്ട് കെട്ടിയ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം. നിതീഷിന്റെ തറവാട് വീട്. വീടിനോട് ചേർന്ന് പുതിയ കാലത്ത് ഒരു പുതിയ വീടും പണിതിട്ടുണ്ട്. വലിയ നേതാവായ ശേഷം ഇടയ്ക്കൊക്കെ നിതീഷ് വന്ന് താമസിക്കുമായിരുന്ന വീടാണിത്. ആയുർവേദ വൈദ്യനായ കവിരാജ് റാം ലക്ഷ്മൺ സിംഗിന്റെയും നേപ്പാളുകാരിയായ പരമേശ്വരി ദേവിയുടെയും മകനായി 1951 മാർച്ച് 1 നിതീഷ് കുമാർ ജനിച്ചത്. പട്ന ജില്ലയിലെ ഭക്തിയാർപൂരിലായിരുന്നു ജനനം. അച്ഛന്റെ വൈദ്യശാല അവിടെയായിരുന്നു. ബീഹാറിലെ കാർഷിക വിഭാഗമായ കുർമി സമുദായക്കാരനാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇവിടെ ഒരു വീടും കൃഷിഭൂമിയും ഉണ്ടായിരുന്നതിനാൽ നിതീഷ് ചെറുപ്പകാലം ചെലവഴിച്ചത് ഇവിടെയാണ്. വീടിന്റെ മുന്നിൽ ഭംഗിയായി തറകെട്ടി നിർത്തിയ കുറേ മരങ്ങൾ. അതിനപ്പുറം ഒരു കുളമുണ്ട്. വലിയൊരു കുളമാണ്. ആളുകൾ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കുളമാണെന്ന് തോന്നുന്നു. അതിനപ്പുറം വീടുകൾ. കുളത്തിന്റെ വക്കിൽ ആളുകൾക്ക് വന്നിരിക്കാവുന്ന സിമന്റ് ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ കുട്ടികൾ വന്നിരിക്കുന്നു. വൈകുന്നേരം ഗ്രാമീണർ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെയായിരുന്നു നിതീഷ് കുമാർ ബാല്യകാലം ചെലവിട്ടത്. പ്രാഥമിക വിദ്യാഭ്യാസ കാലത്തെ ജീവിതവും ഇവിടെയായിരുന്നു. വളർന്നപ്പോൾ അദ്ദേഹം നഗരത്തിലേക്ക് പോയി. പാറ്റ്ന എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. അക്കാലത്താണ് അദ്ദേഹം ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ ആകൃഷ്ടനാവുന്നത്. എഞ്ചിനീയറിംഗ് പാസ്സായ ഉടനെ മഞ്ജുകുമാരി സിൻഹയെ വിവാഹം ചെയ്തു. തുടർന്ന് നിതീഷ് ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉദ്യോഗസ്ഥനാവുകയും ചെയ്തു. ഇതാണ് വീട്ടിലേക്കുള്ള പ്രധാന എൻട്രൻസ്. കനത്ത ഒരു മരവാതിൽ. പഴയകാലത്ത് ഗ്രാമത്തിലെ സാമാന്യം വലിയൊരു മാളികയായിരുന്നു ഇത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും നിതീഷിന്റെ മനസ്സിൽ രാഷ്ട്രീയ സ്വപ്നങ്ങളായിരുന്നു. അങ്ങനെ ജോലി രാജിവെച്ച് 1974 അദ്ദേഹം സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ ചേർന്നു. റാം മനോഹർ ലോഹിയ, കർപ്പൂരി ഠാക്കൂർ, VP സിംഗ് എന്നിവരുടെ കൂടെ പ്രവർത്തിച്ച് സോഷ്യലിസ്റ്റ് നേതാവാകുകയും ചെയ്തു. അക്കാലത്ത് നല്ലൊരു പ്രാസംഗികനും ക്രൗഡ് പുള്ളറുമായിരുന്നു നിതീഷ് കുമാർ. അടുത്ത ഒരു ക്ഷേത്രമാണിത്. പല ക്ഷേത്രങ്ങളുണ്ട് ഗ്രാമത്തിൽ. വേലി കെട്ടിത്തിരിച്ച വലിയൊരു കോമ്പൗണ്ടിലാണ് ക്ഷേത്രം. ഇവിടെ വലിയൊരു കമാനത്തിനും ഗേറ്റിനുമപ്പുറം ഒരു സ്മാരക ഉദ്യാനമുണ്ട്. ഇത് നിതീഷ് കുമാറിന്റെ കുടുംബത്തിൻ്റെതാണ്. അവിടെ ഏതാനും സ്മൃതി മണ്ഡപങ്ങൾ കാണുന്നു. ഒന്ന് നിതീഷിന്റെ പിതാവ് കവിരാജ് റാം ലക്ഷ്മൺ സിംഗിന്റെ സ്മാരകമാണ്. 2007 അദ്ദേഹം മരിച്ചത്. സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായിരുന്നു റാം ലക്ഷ്മൺ സിംഗ്. 1950കളിൽ പാറ്റ്നയ്ക്കടുത്തുള്ള ഭക്തിയാപൂരിലെ പ്രസിദ്ധനായ ഒരു ചികിത്സകനായിരുന്നു അദ്ദേഹം. അടുത്തു തന്നെ നിതീഷ് കുമാറിന്റെ അമ്മയുടെ സ്മാരകം, പരമേശ്വരി ദേവി. 2011 അവർ മരിച്ചത്. നേപ്പാളിൽ ജനിച്ചു വളർന്ന് റാം ലക്ഷ്മൺ സിംഗിന്റെ വധുവായി ഈ ഗ്രാമത്തിലെത്തിയതാണ് അവർ.
ഇത് നിതീഷ് കുമാറിന്റെ ഭാര്യ മഞ്ജു ദേവിയുടെ സ്മാരകമാണ്. 2007 മെയ് മാസത്തിൽ ന്യൂമോണിയ ബാധിച്ച് ഡൽഹിയിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് അവർ മരിച്ചത്. പാറ്റ്നയിലെ കമല നെഹ്റു ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ അധ്യാപികയായിരുന്നു അവർ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു ചെന്നു. വലിയ കളത്തിൽ കൊയ്തെടുത്ത കടുക് ഉണക്കാനിട്ടിരിക്കുന്നു. രാകേഷ് കുമാർ എന്നാണ് കറുത്ത ഷർട്ടിട്ട ഇദ്ദേഹത്തിന്റെ പേര്. എന്നെ കാഴ്ചകളൊക്കെ കാണിക്കാൻ കൂടെ വന്നതാണ് രാകേഷ്. രാകേഷ് കുമാറിനോടും സുഹൃത്തിനോടും യാത്ര പറഞ്ഞ് കാറിൽ ചെന്ന് കയറി. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പാടത്ത് കൊയ്ത്തു കഴിഞ്ഞ് കറ്റകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഗ്രാമത്തിൽ നിന്നുമാണ് നിതീഷ് കുമാർ ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവായി വളർന്നത്. ബീഹാറിലെ രാഷ്ട്രീയം ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ജാതിയും അഴിമതിയും ഗുണ്ടായിസവും പ്രീണനങ്ങളും എല്ലാം കൂടിക്കുഴഞ്ഞു കിടക്കുകയാണതിൽ. സന്ദർഭത്തിനൊത്ത് കളം മാറ്റി ചവിട്ടിക്കൊണ്ട് തന്നെയാണ് നിതീഷ് കുമാർ 9ാം തവണയും ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി നിലനിൽക്കുന്നത്. 1996 വരെ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്ന അദ്ദേഹം തുടർന്ന് NDA മുന്നണിയിലേക്ക് മാറിയതും പിന്നീട് UPA-യിൽ ചേർന്നതും വീണ്ടും NDA-യിലേക്ക് പോയതുമൊക്കെ അതിന്റെ ഭാഗമായാണ്. ലല്ലു പ്രസാദ് യാദവിന്റെ കാലത്ത് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ലോക്കൽ നേതാക്കളെ ചെന്ന് കാണണമായിരുന്നു. അവർക്ക് കാശ് കൊടുക്കുകയല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും രാഷ്ട്രീയ ഇടപെടൽ വേണ്ടിയിരുന്നു. ഭരണരംഗത്ത് വലിയൊരു അധോലോക സംവിധാനം തന്നെയുണ്ടായിരുന്നു അന്ന്. ഇപ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായും മാറിയിട്ടില്ല. ബീഹാർ രാഷ്ട്രീയത്തിൽ അഴിമതി കൊടികുത്തി വാഴുകയാണ്. ഒരു പദ്ധതിക്കായി 100 രൂപ മുടക്കിയാൽ 20 രൂപ പോലും അതിൽ എത്തുന്നില്ല. ബാക്കി 80 രൂപയും പല വഴിക്ക് രാഷ്ട്രീയക്കാർ അടിച്ചുമാറ്റുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തീരെ കുറവാണ്. നല്ല കെട്ടിടമുണ്ട്, ധാരാളം കുട്ടികൾ സ്കൂളിൽ വരുന്നുമുണ്ട്. എന്നാൽ അധ്യാപകർ വല്ലപ്പോഴുമൊക്കെ സ്കൂളിൽ പോകുന്നു. എന്നും ചെന്നതായി രേഖയുണ്ടാക്കുന്നു, കൃത്യമായി ശമ്പളം വാങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതിയെന്ന് ബിജു തോമസ് പിന്നിലിരുന്ന് പറയുന്നുണ്ട്. എന്നാൽ കൃഷി ഇവിടെ വലിയ തോതിൽ നടക്കുന്നു. നോക്കത്താ ദൂരം കൃഷിയിടങ്ങളാണ്. കൃഷിയാണ് ഇപ്പോഴും ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും ഒക്കെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല്. എവിടെയും കൃഷിയിടങ്ങളാണ്. പാടങ്ങളിൽ വിളഞ്ഞതും മൂപ്പെത്തിയതുമായ ഗോതമ്പ്, അതുപോലെ പരിപ്പ് വർഗ്ഗങ്ങളുടെയും പയർവർഗ്ഗങ്ങളുടെയും ഒക്കെ കൃഷി നടക്കുന്ന നിരവധി കൃഷിയിടങ്ങൾ. കുറേ ദൂരം യാത്ര ചെയ്ത് ഞങ്ങൾ സർദ ഗ്രാമത്തിലേക്കെത്തി. ഈ ഗ്രാമത്തിലാണ് ബിജു തോമസിന്റെ സ്കൂൾ, സെന്റ് പോൾസ് ഇംഗ്ലീഷ് സ്കൂൾ. ഹർനൌത്താണ് ഇവിടെ തൊട്ടടുത്തുള്ള പട്ടണം. ബിജു തോമസ് ആദ്യം സ്കൂൾ ആരംഭിച്ചത് ഹർനൌത്തിലാണ്. പിന്നീട് പുതിയ കെട്ടിടം പണിത് ഇവിടേക്ക് മാറുകയായിരുന്നു. ഇത് ബീന ബിജു, സ്കൂളിന്റെ മാനേജറാണ്. ബിജു തോമസിന്റെ ഭാര്യയും. വലിയൊരു സ്കൂൾ കെട്ടിടം. ഞങ്ങൾ അവിടെ ഇറങ്ങി. പ്രിൻസിപ്പലായ ബിജു തോമസിന്റെ മുറിയിൽ കുറച്ചുനേരം ഇരുന്ന് സ്കൂളിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി. ഇന്നിവിടെ ഈ അധ്യയന വർഷത്തെ അവസാനത്തെ ക്ലാസ് ദിനമാണ്. സ്കൂളിന്റെ മുകളിലത്തെ നിലയിൽ തന്നെയാണ് ബിജു തോമസ് കുടുംബസമേതം താമസിക്കുന്നത്. അപ്പാർട്ട്മെന്റ് പോലൊരു ഭാഗം. അവിടേക്ക് ചെല്ലുമ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേരളീയ ഭക്ഷണമാണ്. അപ്പവും വെജിറ്റബിൾ സ്റ്റൂവും മുട്ട റോസ്റ്റും പഴം പുഴുങ്ങിയതുമൊക്കെയുണ്ട്. കേരളീയ ശൈലിയിൽ ഗംഭീരമായ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും താഴെ അസംബ്ലി ഒരുങ്ങിയിരിക്കുന്നു. എന്നെ പ്രതീക്ഷിച്ചാണ് ഇവർ നിൽക്കുന്നത്. 1600-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. വലിയൊരു സ്കൂൾ. കോവിഡിന് മുൻപ് വരെ ഇവിടെ 2000-ലേറെ കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നാണ് ബിജു തോമസ് പറയുന്നത്. സർദ, ഹർനൌത്ത് തുടങ്ങിയവിടങ്ങളിലും പരിസരങ്ങളിലുമുള്ള ഗ്രാമീണ കർഷകരുടെയും മധ്യവർഗത്തിന്റെയും ഒക്കെ കുട്ടികൾ. യൂണിഫോം അണിഞ്ഞ് അവരങ്ങനെ നിരന്നു നിൽക്കുന്നു. അധ്യാപകരും യൂണിഫോമിലാണ്. ഞാനും ആ അസംബ്ലിയിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ എന്നെക്കുറിച്ച് ഒരു ആമുഖ പ്രസംഗം നടത്തി. കുട്ടികൾ വളരെ ശ്രദ്ധയോടെ അച്ചടക്കത്തോടെ നിൽക്കുന്നു.
ബീഹാറിലൊക്കെ CBSE സ്കൂളുകളാണ് ഇപ്പോൾ ധാരാളമായി വളർന്നിരിക്കുന്നത്. സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലാത്തതുകൊണ്ട് കൂടിയാണത്. ഈ ചിത്രങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റുഡന്റ് വരച്ചതാണ്. ഇതാണ് ആ കലാകാരൻ, ബ്ലെസിൻ ബെൽജു. ഇവനും മലയാളിയാണ്. എന്റെ ചിത്രവും അവൻ വരച്ചിട്ടുണ്ട്. ഞാൻ അവനെ അഭിനന്ദിച്ചു. കുട്ടികൾക്ക് ആശംസകൾ നേരുകയും ചെയ്തു. അസംബ്ലി കഴിഞ്ഞു. എനിക്ക് സഞ്ചാരം തുടരണം. സമയം കളയാനില്ല. മാനേജർ ബീന യാത്ര പറഞ്ഞു. സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ഇനി സർദാ ഗ്രാമം പിന്നിട്ട് ഹൈവേയിലേക്ക് കയറുകയാണ്. ഈ റോഡിലൂടെ ഒരു 100 മീറ്റർ ചെന്നാൽ ഹൈവേയിലെത്താം. ഹൈവേയിലേക്ക് കയറിയാലുള്ള ആദ്യ പ്രദേശം ഹർനോത്ത് പട്ടണമാണ്. ഈ കാണുന്ന വീടുകളിൽ അത്യാവശ്യം ചുറ്റുപാടിലൊക്കെ ഗ്രാമീണർ വസിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങൾ നമ്മുടെ കേരളവുമായി താരതമ്യം ചെയ്താൽ തീരെ പിന്നിലാണ്. ഞങ്ങൾ വീണ്ടും ഹൈവേയിലേക്ക് ചെന്നു കയറി. ഇതിവിടുത്തെ ഭക്തിയാർപൂർ രജൌളി ഹൈവേ ആണ്. നാഷണൽ ഹൈവേ 20യുടെ ഒരു ഭാഗം. ജാർഖണ്ഡിലേക്ക് നീണ്ടുകിടക്കുന്ന ഹൈവേ ആണ്. ഈ പാതയിലൂടെ കുറേ ദൂരം ഓടി വലത്തോട്ട് ഒരു റോഡിലേക്ക് തിരിഞ്ഞാൽ നളന്ദ, രാജ്ഗീർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെത്തും. അവിടമാണ് ഞാൻ ഇന്ന് സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ പോകുമ്പോൾ ഒരു പാടത്ത് കുറെ കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് കാണാം. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് ദന്തൽ കോളേജാണ്. ഗംഭീരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരേ രൂപമുള്ള കുറേയേറെ കെട്ടിടങ്ങൾ. ഡെന്റൽ കോളേജിന്റെ ക്യാമ്പസ് കണ്ടാൽ നമ്മൾ അമ്പരന്നു പോകും. നിരവധി ഹോട്ടലുകളും സർക്കാർ സ്ഥാപനങ്ങളുമൊക്കെ വരുന്നുണ്ട് ഇവിടെ. വഴിയരികിൽ ഇവിടെ വലിയൊരു പാറക്കെട്ട് കണ്ടു. ബഡി പഹാഡി എന്നാണ് ഇന്നാട്ടുകാർ ഇതിനെ വിളിക്കുന്നത്. ബഡി പഹാഡി എന്നാൽ വലിയ മല. വലിയ കൃഷിയിടങ്ങൾക്ക് നടുവിൽ വലിയൊരു പാറ വരുമ്പോൾ അതിനു മുകളിൽ ഒരു ക്ഷേത്രം വരും. അത് വലിയൊരു അട്രാക്ഷനായി മാറും. കാർ താഴെ സർവീസ് റോഡിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് മറ്റൊരു റോഡിലേക്ക് തിരിയാനുണ്ട്. നളന്ദ റോഡിലേക്ക് തിരിയുക ഇവിടെ നിന്നാണ്. ചിലയിടത്തെത്തുമ്പോൾ വലിയ ബഹളം. ഹോണടി എന്നത് ഇവരുടെ ഒരു ആഘോഷമാണ്. സംഗീതാത്മകമാണ് പലതുമെങ്കിലും അസഹ്യമാണത്. വലിയ ശബ്ദത്തിലുള്ള ഹോണടി. അച്ചടക്കമില്ലാത്ത ഡ്രൈവിംഗും ബഹളവുമൊക്കെയാണ് പട്ടണത്തിലെ കാഴ്ചകൾ. ഈ പട്ടണത്തിന്റെ പേര് ബീഹാർ ഷെരീഫ് എന്നാണ്. നളന്ദ ജില്ലയുടെ ആസ്ഥാനമാണ് ബീഹാർ ഷെരീഫ്. തെക്കൻ ബീഹാറിലെ വാണിജ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒരു ഹബ്ബാണ് ഈ പട്ടണം. 3 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ഒരു ചരിത്ര നഗരം കൂടിയാണിത്. ഗുപ്ത സാമ്രാജ്യകാലത്ത് വലിയൊരു ജനവാസ കേന്ദ്രമായിരുന്നു ഇവിടം. ഇന്ന് നളന്ദ ജില്ലയുടെ ഭരണകാര്യാലയവും കോടതിയും ജയിലുമൊക്കെ ഇവിടെയാണ്. രാജ്ഗീർ എന്ന പ്രദേശത്തേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. മഗധ സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനമായിരുന്നു രാജ്ഗീർ. ഹൈന്ദവർക്കും ബുദ്ധമതക്കാർക്കും ജൈനർക്കും പ്രാധാന്യമുള്ള തീർത്ഥാടന സ്ഥലങ്ങൾ ആ നഗരത്തിലുണ്ട്. വഴിയരികിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകളുമുണ്ട്. കോവർ കഴുതപ്പുറത്ത് ആളുകൾ പോകുന്നു. നാടോടികളെപ്പോലെ നീങ്ങുന്ന ആളുകൾ. അതൊക്കെ പിന്നിട്ട് ഇപ്പോൾ സിലാവോ പട്ടണത്തിലേക്ക് എത്തുന്നു. സിലാവോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു പ്രത്യേകതരം പലഹാരം കിട്ടും. ഖാജ എന്ന പലഹാരം. അതുണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണണം. പക്ഷേ അതിനു മുൻപ് ഞങ്ങൾ തിരക്കിട്ട് പോകുന്നത് ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ്. സിലാവോയിൽ നിന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആധുനികമായ നളന്ദ യൂണിവേഴ്സിറ്റിയിലെത്താം. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഞാൻ ബീഹാറിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ബിജു തോമസ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു വഴി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്തു. അക്കാര്യം VC അറിഞ്ഞു. VCയുടെ സെക്രട്ടറി മലയാളി വേരുകളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് എന്നെ കൊണ്ടുചെല്ലണമെന്നും VCക്ക് കാണാൻ താല്പര്യമുണ്ടെന്നും ആ ഓഫീസർ പറഞ്ഞു. അങ്ങനെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്നു ചെല്ലുകയാണ്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിക്കില്ലാത്ത ഗംഭീര പകിട്ടുള്ളൊരു സ്ഥലം. 100 കണക്കിന് ഏക്കർ സ്ഥലമാണ് ആധുനിക നളന്ദ യൂണിവേഴ്സിറ്റിക്കുള്ളത്.
കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിലാണിത്. ഞെട്ടിക്കുന്ന ഒരു ക്യാമ്പസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ആധുനിക നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗും ക്ലാസ് റൂമുകളുമെല്ലാമുള്ള കെട്ടിടങ്ങളുടെ ഒരു രൂപം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് പദവിയുള്ള സ്ഥാപനമാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിക്കും PhDക്കും വേണ്ടി മാത്രമാണ് ഇവിടെ കോഴ്സുകളുള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്കാണ് എത്തിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ പഠിക്കുന്നു. ഇങ്ങനെ ഒരു ഗംഭീര സ്ഥാപനം ബീഹാറിലുണ്ടെന്ന് മലയാളികളിൽ മിക്കവർക്കും അറിവുണ്ടാകില്ല. പഴയ പുരാതനമായ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഓർമ്മയിൽ ആ സ്ഥലത്ത് പണിതിരിക്കുന്ന ആധുനിക യൂണിവേഴ്സിറ്റി കോംപ്ലക്സ് ഇതൊരു അത്ഭുത നിർമ്മിതിയാണ്. ഇന്ത്യയുടെ അഭിമാന നിർമ്മിതി. അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകേണ്ടത്. അതിമനോഹരമായ ആ ക്യാമ്പസിൽ അത്ഭുതകരമായ ഒരു ചരിത്രത്തിലേക്ക് ഞാൻ വന്നിറങ്ങിയിരിക്കുകയാണ്.